ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, എത്തി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു ഇച്ചിരി ഫിഷ്മോളി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ നോമ്പ് സമയത്തൊക്കെ സ്റ്റ്യൂവും ഒക്കെ പോലെ തന്നെ ഡക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ് ഫിഷ്മോളി. അതിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് സവാളയുള്ളി, എണ്ണ, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, പിന്നെ 1-ാം പാലും 2-ാം പാലും പച്ചമുളകും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ തക്കാളി കൂടെ വേണം, 4 തക്കാളി കൂടെ കേട്ടോ. ഫിഷ് മോളി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മീൻ എൻ്റെ അഭിപ്രായത്തിൽ നെമ്മീനാണ് കേട്ടോ. നല്ല തുണ്ടൻ മീൻ മേടിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കിങ് ഫിഷ്. ഇപ്പം പിന്നെ നമുക്ക് മോതയോ ആവോലി, കരിമീൻ അതൊക്കെ കൊണ്ട് ചെയ്യാം. നമ്മുടെ നഗരയുണ്ടല്ലോ കിളിമീൻ പോലും അതുകൊണ്ട് പോലും ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി മുള്ളു കൂടുതലാണെന്നേ ഉള്ളൂ കരിമീനെ പോലെയൊക്കെ. അത് പക്ഷേ അതത്ര ഉറപ്പില്ലാത്ത മീനായതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മഞ്ഞളും ഉപ്പും ഒന്ന് പുരട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പേര് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഈ കഷ്ണം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഫിഷ് മോളി ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതില്ലാതെ ചെയ്യുമ്പോഴാണ് കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ തോന്നിക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാറില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് 750 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ മണമെല്ലാം നന്നായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി കുറച്ച് നേരം ഒന്ന് വെക്കണം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് പുരട്ടി വെച്ചത് കേട്ടോ. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ഇടാം. അത് കഴിഞ്ഞിട്ട് അത് ഒന്നൊന്നായിട്ട് അങ്ങിട്ട് വഴറ്റിയാൽ മതി. സവാളയുള്ളി ഇടുക, അതിലേക്ക് ഉപ്പിടുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം. പച്ചമുളക് നടുവേ കീറിയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കൊച്ചായിട്ട് അരിയണം. ഇപ്പോൾ ഇട്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ്. പച്ചമുളക് 2ആയിട്ട് മുറിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് പകുതി വരെ മുറിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരുപാട് അതിൻ്റെ പീസസ് കിടക്കും. അതപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മുടെ സവാളയുള്ളി ആണെന്നുണ്ടെങ്കിലും തീരെ ഘനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് കട്ടിയായാലും അത് കുഴപ്പമില്ല. നമ്മൾ വളരെ ഘനം കുറച്ചല്ലേ അരിയുന്നത്, ഇതിനങ്ങനെ വേണമെന്നില്ല. ഇപ്പം പച്ചമുളക് കീറിയതിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞതിട്ടു. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, അടിക്ക് പിടിക്കാൻ പാടില്ല. ഇത് നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും അത് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും കേട്ടോ. ഇച്ചിരെങ്കിലും അടിക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിയുടെ നിറം ഒട്ടും മാറരുത്. അടിക്ക് പിടിക്കുമ്പോൾ വേറൊരു നിറമായി പോകില്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരത്തില്ലേ, അങ്ങനെയൊന്നും വരാതെ സൂക്ഷിച്ച് അത് നന്നായിട്ടൊന്ന് ഒതുങ്ങിയാൽ മതി. ഒരുപാട് അങ്ങ് വഴറ്റുകയും വേണ്ട. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷിൻ്റെ ഒരു കറിയാണ് കേട്ടോ. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് വളരെ ഈസിയാണ് താനും ഉണ്ടാക്കാനായിട്ട്. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ടു. ഇത്രയും വഴന്നാൽ മതി. നിങ്ങൾ ആ വഴന്ന പരുവം കണ്ടല്ലോ, അത്രയും മാത്രം വഴന്നേച്ചാൽ മതി. അപ്പം നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരുന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലോട്ടിട്ട് 2-ാം പാലും തക്കാളി എല്ലാം ഇടാം. തക്കാളി പിന്നെ ഇഷ്ടം ഉള്ള രീതിയിൽ മുറിക്കാം കേട്ടോ. ആ വട്ടത്തിൽ മുറിക്കുന്നവരാണ് കൂടുതൽ. എനിക്ക് അപ്പം മൂട് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ അങ്ങ് ചെയ്യും. ഇതിപ്പോൾ വെറുതെ ഒരു 4ആയിട്ട് മുറിച്ച് ഇട്ടിട്ടേ ഉള്ളൂ. 4ആയിട്ടും 5ആയിട്ടും ഒക്കെ നീളത്തിൽ തന്നെ മുറിച്ചിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല ചാറ് വേണം. എന്തുണ്ടാക്കിയാലും സ്റ്റ്യൂ ആണെങ്കിലും ഫിഷ് മോളി ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നന്നായിട്ട് ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ നന്നായിട്ട് 2-ാം പാലും 1-ാം പാലും ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തിളച്ച വെള്ളവും ഒഴിക്കും. അപ്പം ഞാനിത് ഒരു ഫുൾ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങാപ്പാൽ എടുത്താലും മതി. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം മാഗിയുടെ ഞാൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞല്ലോ, അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. ഇത് ഇവിടെ പിൻ ചെയ്തേക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പിന്നെ എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള റെസിപ്പി ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് നിങ്ങൾക്ക് അതിനകത്തുണ്ട് കേട്ടോ. ഞാനഥവാ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റിപ്പോയാലും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇതിപ്പം 2-ാം പാൽ എനിക്ക് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളം, പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കി തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കരുത്. ഒഴിക്കുകയാണെങ്കിൽ തിളച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ.
അപ്പോൾ നമ്മൾ നെകക്കയിലും ഒരു ഇച്ചിരി കൂടുതലുണ്ട്. ഇവിടെ ചാറ് ഒരുപാട് വേണ്ടതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം ഉപ്പ് നോക്കിയിട്ട് പോരാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് പറ്റിച്ച് എടുക്കുക. പിന്നെ മീൻ ഒരുപാട് നേരം വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നല്ല ഹാർഡാവും. അത് കാരണം ആ കറക്റ്റ് വേവിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫുൾ തേങ്ങയുടെ നമ്മൾ 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തത്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി, 1-ാം പാലിൽ നിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ പാലിൽ അതാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. വേറെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഞാൻ കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്തു. നമുക്കറിയാമല്ലോ ആ തേങ്ങാപ്പാൽ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനേ പാടില്ല. പക്ഷേ നല്ലോണം ഒന്ന് ചൂടാവണം. നമുക്ക് ഇത് ഇപ്പം ചേർക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർത്ത ആ 1-ാം പാലാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് ചൂടാവണമല്ലോ എന്തായാലും ഈ കോൺഫ്ലവറിൻ്റെ ആ ഒരു ഗുണം കിട്ടാനായിട്ട്. അപ്പം നമ്മൾ 3 പ്രാവശ്യമായിട്ട് ആ 1-ാം പാൽ മുഴുവനും ചേർത്തു. ഒന്ന് സാധാരണ 1-ാം പാലും, 1-ൽ കോൺഫ്ലവർ ചേർത്ത് കലക്കിയതും, 1-ൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കലക്കിയതും, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ആ 1-ാം പാൽ മുഴുവൻ ചേർത്തു. ഇനി അതൊന്ന് ചൂടാവുക. നല്ല ചൂടാണ്. എന്നാലും ആ കോൺഫ്ലവർ ഒന്ന് കുറുകിയൊന്ന് ചെറുതായിട്ടൊന്ന് വരാനായിട്ടൊന്ന് തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കിയേ പറ്റുള്ളൂ. പക്ഷേ അത്രയും നേരം നമ്മൾ തിളയ്ക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ചിലർ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ നല്ല യെല്ലോ കളറായിരിക്കും. അവരതിനകത്ത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇടും. എനിക്ക് അധികം മഞ്ഞൾപ്പൊടി എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താലും കുഴപ്പമില്ല. അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു മഞ്ഞ നിറവായി പോകും. അപ്പോൾ കാണാനൊരു സുഖം ഉണ്ടാവത്തില്ല. ഒരു ലൈറ്റ് യെല്ലോ കളറിലിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഇപ്പോൾ ദേ നമ്മുടെ 1-ാം തരം ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ചാനലും എൻ്റെ റെസിപ്പികളും പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് ഇതൊക്കെ ഉണ്ടാക്കി നോക്കി നന്നായിട്ട് വന്നു എന്നറിഞ്ഞാൽ എനിക്കും ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.